ഹലോ എവരി വൺ. മാനേജറിയൽ എക്കണോമിക്സിൽ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന പോലെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്വിലിബ്രിയം ഗ്രാഫൊക്കെയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെല്ലേഴ്സ് ഉള്ള എന്നാൽ ഒരേപോലെയുള്ള പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആയിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ അവിടെ ബയേഴ്സും സെല്ലേഴ്സൊക്കെ ഒരുപാടാണ്. അതുപോലെ തന്നെ ഏതൊരു ഫേമിനും ഏത് സമയത്ത് വേണമെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊണോപ്പൊളി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസായിരുന്നു. അവിടെ സിംഗിൾ സെല്ലറാണ് ഉണ്ടാവുക. മൊണോപ്പൊളിയിൽ എല്ലാ കുത്തകയും ആ ഒരു മൊണോപ്പൊളിസ്റ്റിനാണ് ഉണ്ടാവുക. പ്രൈസ് തീരുമാനിക്കുന്നതൊക്കെ മൊണോപ്പൊളിസ്റ്റ് ആയിരിക്കും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എൻറ്റയർ മാർക്കറ്റിൻ്റെ കൺട്രോളും മൊണോപ്പൊളിസ്റ്റിൻ്റെ കയ്യിലായിരിക്കും. ഓക്കെ, ദെൻ മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇതിൻ്റെ രണ്ടിലെയും ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നിച്ച് ചേർന്നിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെയും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, പക്ഷേ അവർക്കൊക്കെ ഓരോ മൊണോപ്പൊളി ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെ ഒരേ പ്രൊഡക്റ്റ്സ് തന്നെ ആയിരിക്കും, പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് സോപ്പ് അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഈ സോപ്പിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കളർ അല്ലെങ്കിൽ ഡിസൈൻ, അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ നിന്നും സോപ്പ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സോ ഇതൊരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ പല കമ്പനീസ് ഇങ്ങനെ പല ഡിസൈനിലുള്ള അല്ലെങ്കിൽ പല കളറിൽ അല്ലെങ്കിൽ പല പല വേരിയേഷനിലുള്ള സോപ്പുകൾ ഇറക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ്. അവിടെ കോമ്പറ്റീഷനും നിലനിൽക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഓരോ ഫേമിനും ഒരു മൊണോപ്പൊളിയും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 102 മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നോക്കാം. ഇൻ ദ റിയൽ വേൾഡ് ദർ ഇസ് നെയ്തർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോർ പ്യുവർ മൊണോപ്പൊളി. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബോത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി ആർ പ്യുവർലി ഇമാജിനറി സിറ്റുവേഷൻ. ഇത് രണ്ടും ഇമാജിനറി സിറ്റുവേഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മിത്ത് വൈൽ മൊണോപ്പൊളി ഈസ് എ ഷോർട്ട് ലൈവ്ഡ്. സോ ഇൻ ദ റിയൽ വേൾഡ് വി ക്യാൻ സി എ കോമ്പിനേഷൻ ഓഫ് മൊണോപ്പൊളി ആൻഡ് കോമ്പറ്റീഷൻ. അപ്പോൾ മൊണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ്റെയും ഒരു കോമ്പിനേഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 3 ഫോംസാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപൊളി ആൻഡ് ഡുവോപ്പൊളി. ഇതൊക്കെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇനി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മീനിങ് നോക്കാം. The term monopolistic competition was coined by Professor E.H. Chamberlain of America. Monopolistic competition refers to a market situation in which competition is imperfect. It's a market structure in which relatively many firms supply a similar but differentiated product, with each firm having a limited degree of control over price. E.H. Chamberlain ആണ് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു വേർഡ് കോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ കോമ്പറ്റീഷൻ ഇംപെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരേപോലെയുള്ള പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കോമ്പറ്റീഷൻ. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റിൻ്റെ കേസിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് ഫേംസ് മാർക്കറ്റിൽ ഇറക്കുന്നതെങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ പ്രൊഡക്റ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സോപ്പിൻ്റെ കാര്യമാണ്. അതിൽ തന്നെ പിയേഴ്സ്, റെക്സോണ, സന്തൂർ, ലെക്സ്, ലിറിൽ, ഹമാം, ഇങ്ങനെ ഒരുപാട് സോപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ആൾക്കാരിത് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിഫറൻഷിയേഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മറ്റേതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാർ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻഷിയേഷൻ. Then every producer and seller of these brands is a monopolist to some extent because of different brands. ഇത് ഓരോന്നും ഓരോ ബ്രാൻഡ്സ് ആണല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ സോപ്പും ഓരോരോ ബ്രാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ബ്രാൻഡിനും ഓരോ സെപ്പറേറ്റ് മൊണോപ്പൊളി ഉണ്ടായിരിക്കും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് ഒരു മൊണോപ്പൊളി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Then at the same time there is a competition among the producers and sellers because all the brands are close substitute.
ഇപ്പോൾ ലെക്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹമാം എടുക്കും, അല്ലെങ്കിൽ ഹമാം കിട്ടിയില്ലെങ്കിൽ മെഡിമിക്സ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഒരു കുത്തക അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനും നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണിത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിക്കും ഇടയിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഒരു 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പോലെ തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉള്ളൊരു സിറ്റുവേഷനാണിത്. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ 15 മുതൽ 70 വരെയൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും, അത്രയും സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, അത്രയും ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻഷിയേഷൻ അല്ലേ. സോ ഇവിടെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ കളറായിരിക്കാം, അല്ലെങ്കിൽ സ്മെല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലേബലിങ്ങോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസിൽ ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണല്ലേ. കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സോഡൻറ്റ്, ഇങ്ങനെ കുറേ ബ്രാൻഡ് നെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോൾഗേറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ക്ലോസപ്പ് യൂസ് ചെയ്യും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്കൊന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റേത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി പ്രൊഡക്റ്റിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് തന്നെയാണ്, അതിൻ്റെ കളറിലോ അല്ലെങ്കിൽ ഗുണത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു ഫോമിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തരത്തിൽ വ്യത്യസ്തമാക്കിയെടുക്കുന്ന ഒരു രീതിയാണിത്. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനിലൂടെ ഓരോ സെല്ലറും അവരുടെ പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റിനേക്കാളും ബെറ്റർ ആണ് എന്നാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് നോക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്താണ് മറ്റു പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡ് നെയിമിലോ ട്രേഡ് മാർക്കിലോ പാക്കിങ്ങിലോ കളറിലോ ഡിസൈനിലോ ഒക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഡിഫറൻഷിയേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രൈസസിൽ ചാർജ് ചെയ്യാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ളൊരു പ്രൈസിന് അവർ ഫിക്സ് ചെയ്യും. അങ്ങനെ ഓരോ കമ്മോഡിറ്റീനെയും അവർ മാർക്കറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, ദെൻ അടുത്ത ഫീച്ചർ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഇവിടെ പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് കടന്നു വരാം, വേണമെങ്കിൽ ലോസ് സംഭവിച്ചാൽ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യാം. ദെൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ സെല്ലിംഗ് കോസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റൊക്കെ പോലത്തെ ചിലവുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ നല്ലോണം പ്രാധാന്യമുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റിന് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോട് തന്നെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മറ്റൊരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. സോ അതിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ ക്ലോസപ്പിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിൽ നിന്നും എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ രൂപത്തിൽ നല്ലോണം ഒരു കോസ്റ്റ് ഇത്തരം ഫേംസിൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. ദെൻ നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സെവറൽ ഫേംസ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറൻറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിനെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അതിനെ എല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പ്രൊഫസർ EH ചേംബർലിനാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അദ്ദേഹം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇത്തരം ഫേംസ് കൂടി ചേരുന്നതിന് ഒരു ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഒരു ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവർ സപ്ലൈ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള എന്നാൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, ദെൻ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ആണല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡ് കർവ് ഉണ്ടായിരുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരുന്നു. OX ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് ലൈൻ ഉണ്ടായിരുന്നത് അല്ലേ. മൊണോപ്പൊളിയിൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു, സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ ആണല്ലോ. സോ ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആണ്, ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷേ കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലോസപ്പിൻ്റെ കമ്പനി ക്ലോസപ്പിൻ്റെ പ്രൈസ് കുറച്ചാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസപ്പിൻ്റെ ഡിമാൻഡ് കൂടൂലേ. അപ്പം കോൾഗേറ്റുകാരെന്ത് ചെയ്യും, അവരും അതിൻ്റെ പ്രൈസ് കുറയ്ക്കും.
സോ ഒരിക്കലും പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലൂടെ കോമ്പറ്റീഷൻ പോസിബിൾ അല്ല. പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാളിറ്റിയിലോ കളറിലോ പാക്കിങ്ങിലോ ലേബലിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ പോസിബിൾ ആണ്. ദെൻ ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളേജ് ഓഫ് ദി മാർക്കറ്റ്. ഇവിടെ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ, അതിനൊക്കെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. പക്ഷേ ബയേഴ്സിന് ഈ എല്ലാ പ്രോഡക്ട്സിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കില്ല. എന്നുവെച്ചാൽ ബയേഴ്സിന് മാർക്കറ്റിനെ കുറിച്ച് ഒരു പെർഫെക്റ്റ് നോളേജ് ഇല്ല, ഒരു ധാരണ ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണിത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേം പോസിബിൾ ആണ്. ദെൻ സെല്ലിംഗ് കോസ്റ്റിന് പ്രാധാന്യമുണ്ട്, അവിടെ ഫേമിൻ്റെ കോമ്പിനേഷനെ നമ്മൾ ഗ്രൂപ്പ് എന്നാണ് വിളിക്കാറ്. ദെൻ മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ് കാണാൻ സാധിക്കുക. പ്രൈസിലൂടെ കോമ്പറ്റീഷൻ പോസിബിൾ അല്ല, അതുപോലെ തന്നെ ബയേഴ്സിന് മാർക്കറ്റിനെ കുറിച്ച് നോളജ് ഇല്ല. ഇത്രയുമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്. ഏതെങ്കിലും പോയിന്റ്സിൽ ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നോക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമുക്കറിയാം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന ടേംസ് ആണ്. പക്ഷേ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു സബ് കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഡിമാൻഡ് കർവ് ഓർ AR കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും ഒക്കെ വരുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ AR കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലേ, അതായത് OX ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനായിരുന്നു ഡിമാൻഡ് കർവ്. ദെൻ മൊണോപ്പൊളിയിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഡിമാൻഡ് കർവിൽ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള അല്ലെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവാണ് മൊണോപ്പൊളിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവിടെ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലും അല്ല എന്നാൽ സ്റ്റീപ്പും അല്ലാത്ത ആ ഒരു ഫ്ലാറ്റർ ലെവലിലാണ് ഡിമാൻഡ് കർവ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അതായത് ഈ മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കർവിൻ്റെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് കർവിൻ്റെയും ഇടയിലായിട്ടാണ് നമുക്കിവിടെ ഡിമാൻഡ് കർവിനെ കാണാൻ സാധിക്കുക. ആ ഗ്രാഫിലേക്കൊന്ന് നോക്കുക. X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ റവന്യൂ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ DPC ഓർ ARPC എന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു ഡിമാൻഡ് ലൈൻ അല്ലെങ്കിൽ AR കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവാണ്. ഓക്കെ, ദെൻ DM ഓർ ARM എന്ന് കാണിച്ചിട്ടുള്ളത് ഡിമാൻഡ് കർവ് ഓഫ് മൊണോപ്പൊളി അല്ലെങ്കിൽ ആവറേജ് റവന്യൂ അണ്ടർ മൊണോപ്പൊളിയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. സ്റ്റീപ്പായിട്ടുള്ള ഒരു കർവോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനോ ആയിരിക്കില്ല നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവായിട്ട് കിട്ടുക. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കർവിനും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് ലൈനിനും ഇടയിലായിട്ട് കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു ലൈൻ അവിടെ കാണുന്നില്ലേ, DMC ഓർ ARMC എന്ന് പറഞ്ഞിട്ട്. ആ ലൈനാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ്. ഇങ്ങനെ ഡിമാൻഡ് കർവ് ഫ്ലാറ്റർ ആവുന്നതിനുള്ള മെയിൻ റീസൺ ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളത് പോലെ അത്രയും സെല്ലേഴ്സ് ഇവിടെ ഇല്ല, അതുപോലെ തന്നെ മൊണോപ്പൊളിയിലെ പോലെ ഒറ്റ സെല്ലറും അല്ല ഉള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും പെടുന്ന സെല്ലേഴ്സാണ് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഹൊമോജീനിയസ് അല്ല, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫേമിനും മൊണോപ്പൊളി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട് അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് കർവ് കൂടുതൽ ഇലാസ്റ്റിക് ആവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാറ്റർ ആയിട്ടുള്ള ഡിമാൻഡ് കർവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ നോട്ട്ബുക്കിലേക്ക് ടൈറ്റിൽ കൊടുത്തിട്ട് ഗ്രാഫ് വരച്ചെടുക്കുക, താഴെ എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ, അടുത്ത ടൈറ്റിൽ നോക്കാം. പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഗ്രൂപ്പായിട്ടാണ് ഫേംസിൻ്റെ കോമ്പിനേഷനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇൻഡസ്ട്രിയുടെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പഠിക്കാനില്ല, ഫേമിൻ്റെ കേസ് മാത്രമാണ് നോക്കാനുള്ളത്. ഇവിടെ ഇൻഡസ്ട്രി നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒന്ന് പ്രൊഡക്ട്സ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ സിംഗിൾ മാർക്കറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക. ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ സെല്ലറും ചാർജ് ചെയ്യുന്നത് ഡിഫറൻറ്റ് പ്രൈസസ് ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേമിനെ ഇൻഡസ്ട്രി ആയിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും നമ്മൾ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്ത അതേപോലെ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും പ്രൈസ് ഡിറ്റർമിനേഷൻ. എന്ന് വെച്ചാൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്
മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം നോക്കാം. അതിൽ തന്നെ നമുക്ക് 3 കാറ്റഗറീസ് നോക്കാനുണ്ട്. ഒന്ന് സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കേസ്, ഒന്ന് ലോസിൻ്റെ കേസ്, ഒന്ന് സീറോ പ്രോഫിറ്റിൻ്റെ കേസ്. ഓക്കെ, ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫേംസിന് പെട്ടെന്ന് സ്കെയിലിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ യൂട്ടിലൈസ് ചെയ്ത് മാത്രമായിരിക്കും അവർ സപ്ലൈ എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നടത്തുന്നുണ്ടാവുക. സോ ഈ ഒരു ലെവലിൽ ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതും അല്ലെങ്കിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 105 കേട്ടോ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ പോസിബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫേമിന് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഷോർട്ട് റണ്ണിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പ്രൊഡക്ട്സിൻ്റെ കേസിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ഡിമാൻഡ് ഹൈ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സിന് മറ്റു പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ട് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേമിന് അബ്നോർമൽ ആയിട്ടുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഷോർട്ട് പീരീഡിൽ മാത്രമാണ് പോസിബിൾ ആവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷോർട്ട് റണ്ണിൽ പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് കടന്നു വരാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഫേംസിന് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈ പ്രൈസിൽ കമ്മോഡിറ്റീസ് മാർക്കറ്റിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിലാണ്. ഇനി നിങ്ങൾ ഗ്രാഫിലേക്ക് ഒന്ന് നോക്കുക. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ പ്രൈസ്, റവന്യൂ ഓർ കോസ്റ്റ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഡിമാൻഡ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ AR ലൈന് സെയിം തന്നെയാണല്ലേ. അത് കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള കർവാണ്. ദെൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ മാർജിനൽ റവന്യൂവിൻ്റെ ലൈനും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ MRും MCയും കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും ഫേമിൻ്റെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, സോ നമുക്കൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് അതിൽ വരച്ചു. MRും MCയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ E എന്ന് മാർക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ആക്സിസിലേക്ക് വരച്ചപ്പം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ എന്നും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് OP എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൈസ് ലൈനിനെ Y ആക്സിസിലേക്ക് കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പ്രൈസിലായിരിക്കും ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. ഇവിടെ AB എന്ന് പറയുന്ന ഏരിയ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. അതായത് OQ ക്വാണ്ടിറ്റിയിൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് AB പോർഷനാണ്. ദെൻ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കാണാനായിട്ട് ഈ ഒരു പ്രോഫിറ്റ് പെർ യൂണിറ്റിനെ ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത് അല്ലേ. സോ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ABTPയുടെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഹൈ പ്രൈസിൽ ചാർജ് ചെയ്യുമ്പോഴാണ്. ആ ഹൈ പ്രൈസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്തിയിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കേസിൽ ആവറേജ് റവന്യൂ കർവ് എപ്പോഴും ആവറേജ് കോസ്റ്റ് കർവിനെ കാട്ടിയും കൂടുതലായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. ദെൻ അടുത്ത കേസ് നോക്കാം, പോസിബിലിറ്റി ഓഫ് നോർമൽ പ്രോഫിറ്റ് ഓർ സീറോ പ്രോഫിറ്റ്. ഒന്നുകിൽ ഫേമിന് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാത്ത കേസ്. നമ്മൾ പറഞ്ഞിരുന്നു ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനെ കാട്ടിയും വളരെ കൂടുതലാവുന്ന കേസിലാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനെ കാട്ടിയും കുറച്ചൊക്കെ മുകളിലാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഫേമിന് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും തമ്മിൽ വലിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്നിടത്താണ് നമുക്ക് പ്രോഫിറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം ഗ്രാഫിലേക്ക് ഒന്ന് നോക്കാം. ഫിഗർ 25 നോർമൽ പ്രോഫിറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പ്രൈസ് ലൈൻ അല്ലെങ്കിൽ AR ലൈൻ അല്ലെങ്കിൽ ഡിമാൻഡ് ലൈൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് മാർജിനൽ റവന്യൂവിൻ്റെ കർവും വരച്ചിട്ടുണ്ട്. ദെൻ MC കർവ് വരച്ചിട്ടുണ്ട്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് നമ്മൾ E എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. ഈ ഒരു ലൈന് നമ്മൾ Y ആക്സിസിലേക്കും X ആക്സിസിലേക്കും കണക്ട് ചെയ്തിട്ട് പ്രൈസും ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ OQ ക്വാണ്ടിറ്റി OP പ്രൈസിനാണ് ഫേം സെല് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ഏരിയ കണ്ടുപിടിക്കാനുണ്ടല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഏരിയ ആവറേജ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
ഇവിടെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ ലൈനും തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല, ഒരു ചെറിയ വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ AR ലൈനിന് ക്ലോസ് ആയിട്ടാണ് AC കർവ് ഉള്ളത്. സോ ഇവിടെ പ്രോഫിറ്റും അതുകൊണ്ട് കുറവായിരിക്കും അല്ലേ, ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒന്നും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ഇക്വിലിബ്രിയം ലൈനിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ഇവിടെ QB പോർഷൻ ശരിക്കും ടോട്ടൽ കോസ്റ്റിനെയാണ് കാണിക്കുന്നത്, AB പോർഷൻ കാണിക്കുന്നത് മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഏരിയ ആണ് പ്രോഫിറ്റ് ഉള്ളത് അല്ലേ. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫേമിൻ്റെ പ്രോഫിറ്റിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. AB TP ആണ് പ്രോഫിറ്റ് ഏരിയ, പക്ഷേ വൈഡർ അല്ലാത്ത വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഏരിയ ആണ് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല. ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനെ കാട്ടിയും കുറച്ച് മാത്രം ഹൈ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോർമൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റാണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ അടുത്ത കേസ് നോക്കാം, ഫിഗർ 26. ഫിഗർ 26ൽ നമ്മൾ പ്രൈസ് ലൈനും ARഉം ഡിമാൻഡ് ലൈനും വരച്ചു. അതിന് താഴെയായിട്ട് MR കർവും ദെൻ MC കർവും MRഉം ടച്ച് ചെയ്യുന്ന പോയിന്റിനെ E എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ദെൻ ഈ ഒരു കേസിൽ നമ്മൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ARന് ഈക്വൽ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് അവിടെ നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് കാണാൻ സാധിക്കുക. ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്നതാണല്ലോ സീറോ പ്രോഫിറ്റിൻ്റെ കേസ്. സോ ഇവിടെ നോക്കുക, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വന്നിട്ടുള്ളത് AR ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ARഉം ACയും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഏരിയ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഫേമിന് ഉണ്ടായിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് QA പോർഷൻ. സോ നമുക്കിവിടെ നോർമൽ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, കാരണം കോസ്റ്റും റവന്യൂ ഒക്കെ എന്താണ് ഈക്വൽ ആണ്. നിങ്ങളിതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ഫേമിൻ്റെ റവന്യൂ കോസ്റ്റിനെ കാട്ടിയും വളരെ കൂടുതലാവുന്ന കേസിലാണല്ലേ. സോ നിങ്ങൾ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും വലിയ വ്യത്യാസം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അതായത് ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനെ കാട്ടിയും കുറച്ച് മാത്രമേ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഇല്ലാത്ത കേസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്ന കേസാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസിൻ്റെ കേസാണ്, പോസിബിലിറ്റി ഓഫ് ലോസ്. ഇവിടെ ലോസ് സംഭവിക്കുന്നത് ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂവിനെ കാട്ടിയും കൂടുതലാവുമ്പോഴാണ് അല്ലേ. എന്നുവെച്ചാൽ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് പ്രൈസാണ്. സോ പ്രൈസ് എന്ത് ചെയ്യാണ്, നമ്മുടെ കോസ്റ്റിനെ കവർ ചെയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ലോസ് സംഭവിക്കുക. ഇനി ആ സാഹചര്യമാണ് നമ്മൾ ആ ഗ്രാഫിലൂടെ നോക്കാൻ പോകുന്നത്. ഫിഗർ 27 നോക്കാം. X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ പ്രൈസ് ഓർ റവന്യൂ ഓർ കോസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ഡിമാൻഡ് ലൈൻ ഓർ AR ലൈന് വരച്ചിട്ടുണ്ട്. ദെൻ അതിന് താഴെയായിട്ട് MR കർവും വരച്ചിട്ടുണ്ട്. MRഉം MCയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെ നമ്മൾ E എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇക്വിലിബ്രിയം ലൈന് നമ്മൾ മുകളിലേക്ക് വരച്ചപ്പം AC കർവിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കോസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ OQ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് OP പ്രൈസിലാണ് അല്ലേ. അതായത് പ്രൈസ് ലൈനിൽ നമ്മുടെ ഇക്വിലിബ്രിയം ലൈന് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് B. അതുവരെയായിരിക്കും ഫേമിന് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇവിടെ ഫേമിന് ലോസ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അതിൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിനെ കാട്ടിയും ഒരുപാട് മുകളിലാണല്ലേ. അത്രയും വേരിയേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു B പോർഷൻ മുതൽ A പോർഷൻ വരെയുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് ലോസിനെ കാണിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, സോ ഇവിടെ ABTP എന്ന് പറയുന്നത് ലോസിൻ്റെ ഏരിയ ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂവിനെ കാട്ടിയും വളരെ കൂടുതലാണ്. സോ ആവറേജ് റവന്യൂ ലൈനിനെ കാട്ടിയും ഒരുപാട് മുകളിലായിട്ടാണ് ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു OP പ്രൈസ് ഈ ഒരു കോസ്റ്റിനെ കവർ ചെയ്യുന്നില്ല. ഇനിയും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു TP പോർഷൻ അല്ലെങ്കിൽ AB പോർഷൻ കൂടി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ലോസ് ആണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റിൽ എഴുതിയെടുത്ത് 3 ഗ്രാഫുകളും വരച്ചെടുക്കുക. ദെൻ അതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ എഴുതി വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഇനി നോക്കാനുള്ളത് ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫേമിന് ഒന്നുകിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നില്ലേ. ഇനി ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ഫേമിന് ഒരുപാട് സമയമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ടല്ലേ. ലോങ്
പീരീഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ വേരിയബിൾ ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുത്തിയിട്ടോ പ്ലാന്റിൽ മാറ്റം വരുത്തിയിട്ടോ ഒക്കെ സപ്ലൈ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സൈസ് ഓഫ് പ്ലാന്റ് ഏതൊരു അറ്റം വരെയും ചേഞ്ച് ചെയ്യാൻ ഈ ഒരു ലെവലിൽ സാധിക്കും. പക്ഷേ ലോങ് പീരീഡിൽ പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ പറ്റൂലേ. അതുകൊണ്ട് തന്നെ പുതിയ ഫേംസ് കടന്നു വരുമ്പം അവരുടെ പ്രൊഡക്റ്റിന് ഓട്ടോമാറ്റിക്കലി ഒരു ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നിലവിലുള്ള ഫേംസിൻ്റെ ഡിമാൻഡ് കുറയുകയും പുതിയ ഫേംസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ കൂടുതൽ ഫേംസ് കടന്നു വരുന്നതോടുകൂടി സപ്ലൈ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൈസ് കുറയും. കാരണം മാർക്കറ്റിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എന്തായാലും കുറയും. അതുകൊണ്ട് തന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റൂല. ഇനി ചില ഫേംസിന് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഷോർട്ട് പീരീഡിൽ. അവർക്ക് എന്ത് ചെയ്യും, ഇൻഡസ്ട്രി വിട്ട് പോവുകയും ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഫേംസിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സപ്ലൈയും പ്രൊഡക്ഷനും കുറയാനുള്ളൊരു ചാൻസും ഉണ്ട്. സോ അവർക്കൊരു നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ കാണാം. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ലോങ് റൺ ഇക്വിലിബ്രിയമാണ് ഇവിടെ. ലോങ്ങർ പീരീഡ് ഫേമിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ സപ്ലൈ കൂട്ടാനായിട്ട് സാധിക്കും. ലോങ്ങർ പീരീഡ് ആയതുകൊണ്ട് തന്നെ പുതിയ ഫേംസ് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിൽ ഈ ഒരു ഫേംസൊക്കെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് പുതിയ ഫേംസൊക്കെ മാർക്കറ്റിലേക്ക് വരും. പുതിയ ഫേംസിൻ്റെ കമ്മോഡിറ്റീസിന് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിൽ സപ്ലൈ കൂടും, പ്രൊഡക്ഷനൊക്കെ കൂടും. സോ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. ലോസ് സംഭവിച്ച ഫേംസൊക്കെ ഇൻഡസ്ട്രി വിട്ടു പോകും. ദെൻ പിന്നെയും അവിടെ സപ്ലൈയിൽ ചെറിയൊരു കുറവ് സംഭവിക്കൂലേ. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നോർമൽ പ്രോഫിറ്റ് ഫേംസിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ്, അതായിരിക്കും ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. അതുപോലെ തന്നെ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിലായിരിക്കും ഫേമിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഫിഗർ 28 നോക്കാം. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ പ്രൈസ് റവന്യൂ ഓർ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ലൈനും പ്രൈസ് ലൈനും AR ലൈനും ഒന്ന് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് മാർജിനൽ റവന്യൂ കർവിനെ വരച്ചിട്ടുള്ളത്. ഈ ഒരു കേസിൽ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുമല്ലോ. സോ പ്രൈസ് ലൈനിനെ അല്ലെങ്കിൽ AR ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ടാവുക. ദെൻ MCMRനെ കട്ട് ചെയ്തുകൊണ്ട് റൈസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. MCയും MRും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഈ ഒരു ലൈനിൽ വെച്ച് നമ്മൾ ഫേമിൻ്റെ പ്രൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. OQ ക്വാണ്ടിറ്റി OP പ്രൈസിലായിരിക്കും ഫേം സപ്ലൈ ചെയ്യുക. സോ ലോങ് റണ്ണിൽ ഫേമിന് ഉണ്ടാകുന്നത് ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രമായിരിക്കും. ഓക്കെ, കാരണം ഫേമിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ. പ്രൈസിന് അഡീഷണൽ ആയിട്ടുള്ള ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഇവിടെ ഇല്ല, സീറോ പ്രോഫിറ്റ് ആണ്. സോ കോസ്റ്റിന് കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രൈസ് മാത്രമാണ് ഈ ഒരു ലെവലിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുള്ളത്. സോ ഗ്രാഫ് വരച്ചെടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് വേസ്റ്റ് ഓഫ് മൊണോപ്പൊളി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈവിൾസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അൺയൂസ്ഡ് കപ്പാസിറ്റി. ഫേമിൻ്റെ ഫുൾ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമം കപ്പാസിറ്റി ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഏത് പ്രൈസാണോ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയുടെ ബേസിലാണല്ലേ. എത്രത്തോളം സപ്ലൈ നടത്താം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത്. സോ ഇവിടെ എപ്പോഴും ക്വാണ്ടിറ്റി സപ്ലൈ അഡ്ജസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ടിനെ അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ഫുൾ കപ്പാസിറ്റീനെ അല്ലെങ്കിൽ ഒപ്റ്റിമം കപ്പാസിറ്റീനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറയാം. ദെൻ വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണല്ലോ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേമിന് സെല്ലിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ രൂപത്തിൽ ഒരുപാട് ചിലവുകൾ ഫേംസിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് കവർ ചെയ്യുക അല്ലേ. അതൊക്കെ പ്രൈസിൽ ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതും ഒരു ഈവളായിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫേമിൻ്റെ എക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമം ഔട്ട്പുട്ടിനെ കാട്ടിയും വളരെ താഴെയായിരിക്കും. ഇതൊക്കെ അൺഎംപ്ലോയ്മെൻറ്റിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഎഫിഷ്യൻസി. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ഇൻഎഫിഷ്യൻറ്റ് ഫേംസ് ഉണ്ട്. എന്നുവെച്ചാൽ കൂടുതൽ ഫേംസ് ഉള്ളത് കൊണ്ട് മാർക്കറ്റിൽ സപ്ലൈ കൂടുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോവാതെ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് മറ്റൊരു
ഫേമിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്ന് പോകുന്ന ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫേംസിനെ നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കാണാൻ സാധിക്കും. ദെൻ കൺസ്യൂമേഴ്സ് ആർ ഹിപ്നോട്ടൈസ്ഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ബ്യൂട്ടി പല തരത്തിലായിരിക്കും തോന്നാല്ലേ. ചിലപ്പോൾ അവർക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടില്ല, അതവരുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ മറ്റൊരാൾ അതായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. സോ ഇൻഫീരിയർ ക്വാളിറ്റിയിലുള്ളൊരു ഗുഡ് പോലും ഹയർ പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന് എതിരായിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻസസ് അതുപോലെ തന്നെ എക്സസ് കപ്പാസിറ്റി അണ്ടർ മൊണോപ്പൊളിറ്റീഷനും പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഗ്രാഫിലോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോയിന്റിലോ ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നോട്ട് എന്തായാലും തയ്യാറാക്കണം. ഓക്കെ, താങ്ക് യു.